ഒരു സ്വയം സേവകനായിട്ട് ഞാൻ പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് 2 വർഷമോ 3 വർഷം മുമ്പ് പട്ടിമറ്റത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 6-7 വർഷം മുമ്പ് കാക്കനാട്, എറണാകുളത്ത് പല സ്ഥലത്ത് കാക്കനാട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമല്ല, ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്, ഇനിയും പങ്കെടുക്കും. ഇനിയുള്ളത് എങ്ങനെയാണ് സാർ? എന്തെങ്കിലും പദ്ധതികൾ എങ്ങനെയാണ് സാറിന്? എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എങ്ങനെയെല്ലാം മാറുന്നത്? ഏതൊക്കെ സേവന പ്രവർത്തനങ്ങളാണ് പൊതുപ്രവർത്തനം? എങ്ങനെയൊക്കെയാണ് സാറിന്റെ ഭാഗമായി മാറാൻ പോകുന്നത്, സംഘത്തിന്റെ ഭാഗം? ഞാൻ സ്വയം സേവകമായിട്ട് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവുകൾ, എൻ്റെ ശക്തി, എൻ്റെ സമയം ഒക്കെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അത് എങ്ങനെ എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. കേരളത്തിലേറെ വിമർശിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് RSS. പല ഭാഗത്തു നിന്നും വലിയ വിമർശനം വരാം. അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഈ ഗണവേഷം ധരിച്ചുകൊണ്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് തീരുമാനത്തിലേക്ക്? കേരളത്തിൽ എന്തുകൊണ്ടാണ് RSSന് ഒരു 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 കോൺട്ര അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളത് എന്നുള്ളതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു 10-30-40 കൊല്ലം മുമ്പ് കണ്ണൂർ മേഖലയിൽ CPM-ഉമായിട്ട് കുറേയധികം അക്രമം, CPM അഴിച്ചുവിട്ട അക്രമത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് നമ്മൾ സദാനന്ദൻ മാസ്റ്റർ 2 കാല് CPM-കാർ വെട്ടിമുറിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു MP ആയപ്പോഴാണ് എല്ലാവരും അത് അറിയുന്നത്. അപ്പോൾ CPM കുറേയധികം ആക്രമണം RSSനെതിരെ നടത്തി. അപ്പോൾ അക്രമം നടത്തുമ്പോൾ അതിനു മുമ്പ് പ്രചരണവും നടത്തുമല്ലോ. അപ്പോൾ ആ ഒരു CPM-ൻ്റെ ഒരു പ്രചരണം ഉണ്ട്. RSS മോശമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. 2, കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. 1906-ലാണ് ഇത് ഇന്ത്യയിൽ രൂപീകരിച്ചതെങ്കിലും കേരളത്തിൽ അത് വളരെ സജീവമായ ഒരു പാർട്ടിയാണ്. ഇതൊരു ഹിന്ദുത്വ പാർട്ടി എന്നല്ല, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതപരമാണ് എന്നൊക്കെയുള്ളൊരു ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രചരണങ്ങൾ ബോധപൂർവം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും വേറൊരു കാര്യമാണ്. അതൊക്കെ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് ഞാൻ BJP-യിൽ 2021 തൃശ്ശൂർ വെച്ച് ജോയിൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ BJP എന്ന പാർട്ടിയുടെ തീരുമാനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. പക്ഷെ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്.